सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तं वन्दे गुरुपरम्पराम्। ॐ श्रीगुरुभ्यो नमः। श्रीहरये नारायण अखिलगुरु നമസ്തേ. നമ്മുടെ യുദ്ധഭാഗങ്ങളിലേക്ക് പ്രവേശിച്ചു. രാമനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. വാനരന്മാരും ആദ്യം ലക്ഷ്മണനാണ് രാവണനുമായിട്ട് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടത്. ലക്ഷ്മണൻ അങ്ങനെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഭഗവാനോട് അനുവാദം ചോദിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വൃത്രാവരിയുമ്പോരിൽ വിത്രസ്തനായി വരും നക്തം ചരേന്ദ്രനോടേറ്റാലറികതി മായയുമുണ്ട് നിശാചരർക്കേറ്റവും ന്യായവുമില്ലിവർക്കാർക്കും ഒരിക്കലും ചന്ദ്രചൂട പ്രിയനാകയുമുണ്ടവൻ ചന്ദ്രഹാസാഖ്യമാളുമുണ്ടായുധം എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലേണമല്ലോ കലഹത്തിനെന്നല്ല. രണ്ടുപേരും തമ്മിൽ അതിഘോരമായിരിക്കുന്ന യുദ്ധമൊക്കെ നടന്നു. ഇപ്പൊ കൈലാസ പർവ്വതത്തെ തന്നെ എടുത്ത് അമാനമാടാൻ തക്ക വിധത്തിലുള്ള പരാക്രമശാലിയായ രാവണന് ആ ലക്ഷ്മണന്റെ ശരീരത്തെ ഒന്ന് എടുത്തുയർത്താൻ പോലും സാധിച്ചില്ല. അപ്പൊ ഭഗവാന്റെ ആ ഒരു വൈഭവം അത്രയധികം അവിടെ പ്രകടമാക്കി. ഇത് കണ്ടു നിന്ന് മാരുതി ചെന്ന് ഒരു പുഷ്പം എടുത്ത് മാറ്റുന്നതായിരിക്കുന്ന ഭാവത്തില് കുമാരനെ എടുത്തു കൊണ്ടുവന്ന് ഭഗവാന്റെ കാൽപാദത്തില് അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചു. അപ്പൊ തന്റെ സാരഥിയെയും കൊന്ന് തേരൊക്കെയും തകർത്ത് തന്റെ വീടും മമ്പും ഒക്കെ നഷ്ടപ്പെട്ട അങ്ങനെ യുദ്ധകളത്തില് വിഷണ്ണനായിട്ട് രാവണൻ നിൽക്കുന്നത് കണ്ടപ്പോൾ ഭഗവാൻ തന്നെ രാവണനോട് പറഞ്ഞു, നിനക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, അമ്മയമ്പാരം നിനക്കുണ്ടു മാനസേ, പോയാലും ഇന്നു ഭയപ്പെടായി വേദുമേ, നീ ഇനി ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരുമ്പെട്ടുകൊണ്ടായോധനത്തെന്നു നാളെ വരേണം നീ. എത്രയോ പരാക്രമശാലികൾ അവിടെ എത്രയെത്ര വീരകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ത്രിലോകങ്ങളെയും തന്റെ കാൽക്കീഴിലാക്കിയവനാണ്. ഇനി ഒന്നും തന്നെ നേടാനില്ല എന്ന് അഹങ്കരിച്ചു കൊണ്ടിരുന്നതായ രാവണൻ ആദ്യത്തെ ദിവസം തന്നെ ഭഗവാന്റെ മുമ്പിൽ പരാജയപ്പെട്ടു. രാവണൻ തന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇപ്പോൾ മരണമാഗതമായി എന്നാണ് തോന്നണത്, രാമനോട് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ നഷ്ടമായി വന്നിതൊടുങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം, വേദാവതാനും അനാരണ്യഭൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളഭൂപരാതിയും ചെമ്പാരിമുമ്പാം നിലമ്പവരന്മാരും കുംഭോദ്ഭവാദികളായ മുനികളും ശംഭു പ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം കൊണ്ടുപാനിഷ്ഠയോടെ മരുവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. രാവണന് മനസ്സിലായി താൻ എത്രയോ ആളുകളുടെ ശാപം വാങ്ങി വെച്ചിട്ടുണ്ട്. തന്നെ പിന്തുടർന്നു വന്നതായിരിക്കുന്ന ആ ശാപം ഇപ്പോഴും ഫലിക്കാൻ സമയമായിരിക്കുന്നു. ഏതാണ്ട് 18ഓളം ശാപങ്ങൾ രാവണൻ കരസ്ഥമാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, പല ആളുകളിൽ നിന്നായിട്ട്. ഒന്നും രണ്ടും ഒന്നുമല്ല, ഒരാളൊന്നുമല്ല ശപിച്ചിട്ടുള്ളത്. ഒരു വേദവതിയുടെ മാത്രം ശാപമല്ല രാവണന് കിട്ടിയിട്ടുള്ളത്. നളഗോപരന്മാരുടെ പത്നി പ്രതിശ്രുത വധുവായിരുന്ന രംഭയെ ഒരിക്കൽ കണ്ടപ്പോൾ രാവണന് രംഭയില് ആകൃഷ്ടനായി രംഭയെ ഉപദ്രവിച്ച സമയത്ത് രംഭയും നളഗോപരാദികളും ഒക്കെയും ശപിച്ചു രാവണനെ. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവളെ ആഗ്രഹിച്ചാല് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിന്റെ തല പൊട്ടിത്തെറിച്ചു പോകുമെന്നുള്ള ശാപം നളഗോപരാദികളിൽ നിന്ന് വാങ്ങി. വേദവതിയാണെങ്കിൽ നേരത്തെ തന്നെ ശപിച്ചിട്ടുണ്ട്, തന്റെ ശരീരത്തെ തൊട്ട് അശുദ്ധമാക്കിയതുകൊണ്ട് അടുത്ത ജന്മത്തിൽ മഹാവിഷ്ണു തന്നെ തന്റെ ഭർത്താവായി വരുമെന്നും അങ്ങനെ മഹാവിഷ്ണുവായിക്കൊണ്ട് നിനക്ക് നാശം നിന്റെ കുലത്തോടെ ഒടുക്കുന്നതിന് വേണ്ടി ഞാൻ തന്നെ ജനിക്കുമെന്ന് വേദവതി ശപിച്ചതായിരിക്കുന്ന സമയം ഒരു ബ്രാഹ്മണ ശാപവും ഏറ്റുവാങ്ങിയിട്ടുണ്ട് രാവണൻ.
പരമശിവനാല് കൈലാസനാഥനാൽ നൽകപ്പെട്ടതായിരിക്കുന്ന ത്രിപുരസുന്ദരിയുടെ വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിച്ച ബ്രാഹ്മണൻ എത്താൻ വേണ്ടി കുറച്ച് സമയം വൈകി. അങ്ങനെ എത്താൻ സമയം വൈകിയതിൽ കോപം കൊണ്ട രാവണൻ ആ ബ്രാഹ്മണനെ വല്ലാതെ ഉപദ്രവിച്ച സമയത്ത് ബ്രാഹ്മണന്റെ ശാപം വാങ്ങി അഷ്ടാവക്രനും ദത്താത്രേയനും വസിഷ്ഠനും തുടങ്ങിയതായിരിക്കുന്ന മഹാമുനികളൊക്കെ ശപിച്ചു. അത്രി മഹർഷിയാണെങ്കിൽ ശപിച്ചിട്ടുണ്ട്. തന്റെ പത്നിയെ തന്റെ മുൻപിൽ തന്നെ ഇട്ട് മുടിക്ക് കുത്തി പിടിച്ച് വലിച്ചിഴയ്ക്കുന്ന കണ്ടപ്പോൾ അത്രി മഹർഷിയും ശപിച്ചു, നിന്റെ പത്നിയെ നിന്റെ മുൻപിൽ വാനരന്മാരാല് ആക്രമിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇടയാവട്ടെ എന്നുള്ളതായിരിക്കുന്ന ശാപം നാരദനിൽ നിന്നും ശാപം വാങ്ങി വെച്ചു. ഇങ്ങനെ എത്രയോ ശാപങ്ങള് അനരണ്യ മഹാരാജാവ്, സൂര്യവംശത്തിൽ പറഞ്ഞ അനരണ്യ മഹാരാജാവ് ശപിച്ചു. ഇങ്ങനെ ധാരാളം നാരദന്റെ ശാപം വാങ്ങി വെച്ചിട്ടുണ്ട്, ബൃഹസ്പതി ശപിച്ചിട്ടുണ്ട്, ബ്രഹ്മദേവൻ ശപിച്ചിട്ടുണ്ട്. രാജാവിനെ ചെന്ന് മുഖം കാണിച്ചിട്ട് പോവാൻ വേണ്ടിയിട്ട് പറഞ്ഞതനുസരിച്ച് ജ്യേഷ്ഠന്റെ അടുത്തേക്ക് ചെന്നു. ജ്യേഷ്ഠനെ കണ്ടു, നമസ്കരിച്ചു. രാവണൻ കുംഭകർണനോട് കാര്യങ്ങളൊക്കെയും പറഞ്ഞു. കുംഭകർണനോട് ആവശ്യപ്പെട്ടു, നീ കുലത്തെ രക്ഷിക്കണം. വേണ്ടപ്പെട്ടവരെ രാവണനുമായിട്ടുള്ള യുദ്ധത്തില് എല്ലാവരും ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നീ തന്നെ പോയി യുദ്ധം ചെയ്ത് കുലത്തെ രക്ഷിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട സമയത്ത് കുംഭകർണൻ ഒന്നുകൂടി രാവണനോട് ജ്യേഷ്ഠനോട് പറഞ്ഞു നോക്കുകയാണ്, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ എന്നുള്ളത്. നന്നിത്രയും നല്ലതേ നല്ലോകെ, നല്ലതും തീയതും താനറിയാതവൻ, നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുക, നല്ലവണ്ണം കേട്ടുകൊള്ളുകയും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു. കുംഭകർണൻ ആദ്യം പറഞ്ഞത് ഇതാണ്, നല്ലതും ചീത്തയും തനിക്ക് അറിയാൻ പാടില്ല എന്ന് ഉള്ളപ്പോൾ മറ്റൊരാൾ അതിനെ പറഞ്ഞു മനസ്സിലാക്കി തരുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് നന്മയുണ്ടാവുക? അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറയും. സീതയെ രാമന് കൊടുക്കാനും ചെന്ന് മാപ്പപേക്ഷിക്കാനും പറഞ്ഞതിന്റെ പേരിലാണ് നീ അനുജനായിരിക്കുന്ന വിഭീഷണനെ ഈ നാട്ടിൽ നിന്ന് തന്നെ മാറ്റിയത്, ഒന്നിച്ചു കളഞ്ഞത്. അന്നു മുതൽ നിനക്ക് പ്രശ്നങ്ങളാണ്. അപ്പൊ അതിന്റെ കാരണം നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമത് കൊണ്ടതും കുറ്റമല്ലടും, നല്ലതൊരുത്തനാനും വരുത്താമതല്ല വരുത്തും ആപത്തണയുന്നതാണ്. ആപത്ത് ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്ന സമയത്ത് ഒരാളെ കൊണ്ടും നല്ലത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. അതിനിപ്പോ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നാ പറഞ്ഞത്. മനുഷ്യ സ്വഭാവമാണ്. ആര് നല്ലത് പറയുമ്പോഴും അതിനെയൊക്കെയും മോശമായിട്ട് അതിലെ നന്മയെ കാണാൻ കഴിയാതിരിക്കുക എന്നുള്ളതാണ് ആപത്ത് വന്ന് അടുത്ത് നിർത്തുന്ന ഒരാളുടെ പ്രത്യേകത. അതിനെ ചെവി കൊടുക്കൂല. അതിനിപ്പോ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം സംഭവിക്കാനുള്ള കാര്യങ്ങള് സംഭവിച്ച് തന്നെയേ തീരുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് എന്നൊക്കെ കുംഭകർണൻ പറഞ്ഞ് മനസ്സിലാക്കി. ഉദാഹരണങ്ങളായിട്ടോ, നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേർന്നാദി മുഴുത്തു മരിക്കും മൃഗകുലം, അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു, മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തൽപ്പെടുന്നു വെളിച്ചം രസിക്കയാൽ. ഇതൊക്കെ തന്നെ ഉദാഹരണമായിട്ട് പറഞ്ഞു. മാനിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് പോയി ആപത്തിൽ പെടുന്നത്, വേടൻ മരിച്ചു വെച്ചിരിക്കുന്നതായ വലയിൽ പോയി ഒരു മാൻ ചെന്ന് പെടുന്നത് വേടനിൽ നിന്ന് ആ ഒരു സംഗീതം നാദ സ്വരം കേട്ട് സ്വരത്തിന്റെ ശ്രുതിയിൽ ലയിച്ചിട്ടാണ് പോയിട്ട് വലയിൽ കൂടുന്നത്. അപ്പൊ തന്റെ ഇന്ദ്രിയമായിരിക്കുന്ന കാത് ശപിക്കുന്നത് കൊണ്ടാണ് മാനിന് വേടന്റെ വലയില് വീഴേണ്ടതായിട്ട് വരുന്നത് എന്ന് പറയും. അതുപോലെ തന്നെയാണ് ശലഭങ്ങള്, ഇയാമ്പാറ്റകളൊക്കെയും അഗ്നിയെ കണ്ടു മോഹിച്ചിട്ടാണ് അത് പോകുന്നത്. അതിന്റെ ആ ഒരു കണ്ണിന്റെ ചതിക്കും. കണ്ണെന്ന് പറയുന്ന ഇന്ദ്രിയം, ആ കണ്ണില് അഗ്നി എങ്ങനെ തെളിയുമ്പോൾ അത് വളരെ ശോഭയുള്ളതായിട്ട് തോന്നുമ്പോൾ തനിക്ക് എന്തെങ്കിലും ഭക്ഷണമാണെന്ന് വിചാരിച്ചു കൊണ്ടാണ് ഈ ശലഭങ്ങള്, ഇയാമ്പാറ്റകളൊക്കെയും അഗ്നിയിലേക്ക് പോയി വീണ് സ്വയം നാശത്തിലേക്ക് എത്തുന്നത്. അതുപോലെ മത്സ്യങ്ങളൊക്കെ ആണെങ്കിൽ തന്റെ നാവെന്നുള്ള ഇന്ദ്രിയത്തിലാണ് പെട്ടുപോകുക. ഇങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങളിൽപ്പെട്ട് വിഷയങ്ങളിൽപ്പെട്ട് പോകുന്നത് കൊണ്ടാണ് ഓരോ നാശങ്ങളും സംഭവിക്കുന്നത് എന്ന് പറയും. ഇതിന്റെ കാരണം ഈ ആഗ്രഹം കൂടി വരുന്നത് കൊണ്ടാണ്. അപ്പൊ ആഗ്രഹം ഒന്നിലേക്ക് ഏറി വന്നു കഴിഞ്ഞാൽ അത് ആപത്തിലേക്ക് കൊണ്ട് എത്തിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം.
ഈ ഒരു കാര്യം നിനക്ക് അറിയാമായിരുന്നു എങ്കിൽ പോലും അതിനെ നീ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിനെ നീ വേണ്ടവണ്ണം ഗൗനിക്കാതിരുന്നത് കൊണ്ടാണ് ജാനകിയിൽ നിനക്ക് ആഗ്രഹമുണ്ടായത്. ഇന്ദ്രിയങ്ങൾക്ക് വശനായിരേപ്പവൻ എന്നും ആവത്തൊഴിഞ്ഞില്ലെന്നു നിർണയം. ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാനുപത്തുകൾ. ഇങ്ങനെയുള്ള ആപത്തുകളൊക്കെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നവർക്ക് വന്നു ഭരിക്കുന്നതിന് പ്രധാന കാരണം ഇന്ദ്രിയങ്ങൾക്കൊക്കെയും വശപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ളതായിരിക്കുന്ന അത്യാപത്തുകളൊന്നും വന്നുപെടുകയില്ല. ഇപ്പൊ നല്ലതല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ലതല്ലെന്നറിഞ്ഞിരിക്കേവനും ചെല്ലുമോ നിങ്ങളൊരുത്തണ വിരുചി പൂർവജന്മാർജിത വാസനയാലേ വരും. ഞാൻ ചെയ്യാൻ പോണ കാര്യം നല്ലതല്ല എന്നറിയാമെങ്കിൽ പോലും അത് പാടില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിലും അതിലേക്ക് ഒരാളുടെ മനസ്സ് പൂർണ്ണമായിട്ട് പെട്ടുപോകുമ്പോൾ അതിലേക്ക് ആഗ്രഹം വരുന്നതിന്റെ കാരണം എന്ന് പറയും. കാരണം പൂർവ്വജന്മം കൊണ്ട് ചെയ്തു വെച്ചതായ കർമ്മവാസനകളാണ്. അതിനെ മാറ്റാൻ പറ്റുകയുള്ളൂ. തന്റെ ശരീരമെന്നും തന്റേതെന്നും ഞാനെന്നും അഹമെന്നും എന്റേതെന്നും ഉള്ളതായിരിക്കുന്ന ഭാവം, അഹം മമ എന്നുള്ള ഭാവം വന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെയും ഉണ്ടായിത്തീരാൻ കാരണമുണ്ടായി. ആ ഒരു സ്വാർത്ഥതയും ലോകവും മോഹവും ഒക്കെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരോടും ഒരു ദൈവമോ കാരുണ്യമോ ഒന്നും ഉണ്ടാവില്ല. താൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് എന്ത് ദോഷം വരാൻ പോകണു എന്നുള്ളതിനെ പറ്റി ചിന്തിക്കില്ല. തനിക്ക് തന്റേതായിരിക്കുന്ന കാര്യം, തനിക്ക് സുഖം കിട്ടണം, തന്റെ ആഗ്രഹം പൂർത്തിയാക്കണം എന്നുള്ളതായിരിക്കുന്ന ചിന്തയല്ലാതെ മറ്റൊന്നും ഈ ഒരു സമയത്ത് ഒരാളിലും ഉണ്ടാവില്ല. ആ ഒരു ആഗ്രഹ പൂർത്തീകരണം എന്നുള്ളത് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ ഒക്കെ തോന്നലുണ്ടാവുമ്പോൾ ഇതിനൊക്കെയും മെയിനായിട്ട് അല്ലെങ്കിൽ തന്റെ കഴിവ് ഇതൊക്കെ ഞങ്ങൾക്ക് ഏത് മനസ്സിൽ വിചാരിച്ചാലും അത് സാധിക്കാൻ എനിക്ക് കഴിയുമെന്ന് ചിന്തിക്കുന്നത് തന്നെ അഹങ്കാരം കൊണ്ട്. ഈ അഹങ്കാരം കൊണ്ട് ഓരോന്ന് പ്രവർത്തിക്കുമ്പോഴും ഇതിനൊക്കെയും പുറമേ ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ പോകുന്നു. എല്ലാത്തിന്റെയും അവസാനം എന്നുള്ളത് ഈ കർമ്മങ്ങളിലേക്ക് ഒരു ഒഴുക്കും അത് തന്റെ തന്നെ അനുഭവമായിട്ട് തന്നിൽ തന്നെ വന്നു ചേരുകയാണ് എന്ന കാര്യം മാത്രം മറന്നു പോവുകയാണ് എന്നാണ്. അപ്പൊ പൂർണ്ണമായിട്ട് ദൈവം ഒരു നിമിഷം ഒന്ന് സങ്കല്പിച്ചാൽ എത്ര മഹാനായിരിക്കുന്ന ഒരാളെ പോലും ഒരു പുഴുവായിട്ട് മാറ്റാൻ സാധിക്കും. ദേവന്മാരെ പോലും ആ ഒരവസ്ഥയിൽ നിന്ന് മാറ്റാൻ ഒക്കെയും നിശ്ചയിക്കുന്ന, നിയന്ത്രിക്കുന്ന, സൃഷ്ടിക്കുന്നതായിരിക്കുന്ന ഒരു ശക്തിക്ക് സാധിക്കുമെന്നുള്ളപ്പോൾ ആ ഒരു ശക്തിയെ മനസ്സിലാക്കാതെ മനുഷ്യർ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും പൂർണ്ണമായിട്ട് ഒരു നിമിഷം ദൈവം കരുതി കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യങ്ങളൊന്നും ഒരാളുടെയും നിയന്ത്രണത്തിൽ അല്ലാതെ വരും. കടലൊക്കെ മാറി കരയായി വരും ഒരു നിമിഷം കൊണ്ട്. കരയായിട്ടിരുന്നതായ ഭാഗങ്ങളൊക്കെ കടലായി മാറും ഒരു നിമിഷം കൊണ്ട്. ഇന്ന് കണ്ടതായിരിക്കുന്ന കരപ്രദേശമോ പട്ടണമോ അല്ലെങ്കിൽ നഗരമോ എന്തൊക്കെ തന്നെയാണോ അതൊക്കെ നാളെ കാണാനില്ലാതെ വരും. ഒന്നും പറയാൻ നിവർത്തിയില്ല. ഈശ്വരന്റെ ഒരു കർമ്മം എന്നുള്ളത് മനുഷ്യനൊഴിച്ചുള്ളതായിരിക്കുന്ന സകല ജീവികളും അവർക്ക് ജന്മസിദ്ധമായിരിക്കുന്ന കഴിവുകൊണ്ട് ജീവിക്കുമ്പോൾ മനുഷ്യൻ മാത്രം എല്ലാ കാലങ്ങളിലും അവന്റെ കർമ്മ വൈഭവം കൊണ്ടാണ് കാര്യങ്ങളെ നേടുക. ഈ കർമ്മത്തിൽ നിന്ന് അവൻ ഉണ്ടാക്കുന്നതായിരിക്കുന്ന എല്ലാ അത്ഭുതങ്ങൾ എന്തൊക്കെ വേണമെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുന്നത്ര വളർന്നു വന്നിരിക്കുന്നത് മനുഷ്യൻ. ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇതൊക്കെയും ചെയ്യുമ്പോഴും ഇതിന്റെ ഒപ്പം തന്നെ വളർന്നു വരുന്ന ഒന്നാണ് അഹങ്കാരം എന്നുള്ളതും. എന്റെ ഇതാണ്, ഞാനാണ്, ഇതെനിക്ക് കഴിഞ്ഞു, എനിക്ക് കഴിയും എന്നുള്ളതായിരിക്കുന്ന അഹങ്കാരം കൂടി അതിന്റെ കഴിവിനൊപ്പം വളർന്ന് 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 അങ്ങനെ വരുമ്പോൾ കാരുണ്യമോ ദയയോ ഒരല്പം പോലും ഇല്ലാതെ എല്ലാ അർത്ഥത്തിലും രാവണന്മാരായിക്കൊണ്ട് ജീവിതം അങ്ങനെ കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ ഒരു മനസ്സിൽ മറ്റുള്ളവരോടുള്ള ഒരു കാരുണ്യമോ ഒരു ദയമോ ആരോടുമുള്ള സ്നേഹമോ ഒന്നും ഉണ്ടാവില്ല. ഞാൻ എന്ത് തീരുമാനിച്ചോ, ഞാനിത് തീരുമാനിച്ചു, എനിക്കിത് നടത്തണം, എനിക്കിതിന് കഴിവുണ്ട്, ഞാനിത് ചെയ്യും, ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് മറ്റൊരാൾക്കൊക്കെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്, ആരൊക്കെ ദുഃഖിക്കും, ആരുടെയൊക്കെ
പ്രശ്നങ്ങൾ, ആർക്കൊക്കെ സങ്കടമുണ്ട്, ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, വേദന ഉണ്ടാകുന്നുണ്ട്, ഇതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടത് എൻ്റെ സുഖം മാത്രമാണ്, മറ്റൊന്നും എനിക്ക് അറിയണ്ട എന്ന് ഒരു ചിന്തയാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് തന്നെ. എത്ര മനുഷ്യ ജീവനെ ഇല്ലാതാക്കാനോ ഉന്മൂലനം ചെയ്യാനോ ഒന്നും മടിയില്ലാത്തത്ര ലോകം അങ്ങനെ വളർന്നു പോകുമ്പോൾ അതിന്റെ ദുരന്തങ്ങൾ ഒന്നൊന്നായിട്ട് പ്രകൃതി പോലും ഒരു സമയം കഴിയുമ്പോൾ പ്രതികരിച്ചു തുടങ്ങും. ആ പ്രതികരണം പല രീതിയിലായി കൊണ്ട് കണ്ടുകൊണ്ടിരിക്കും. എല്ലാവരും പറയും, ഓരോരുത്തരും പറയും മനുഷ്യര് നന്നാവണം, മനുഷ്യര് നന്നാവണം. ഏത് മനുഷ്യനാണ് നന്നാവേണ്ടത് എന്ന് മാത്രം പറയുന്നില്ല. ഓരോ ആൾക്കാരും പറയുന്നത് മനുഷ്യരുടെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഓരോ ശരിയല്ലാത്തത് കൊണ്ടാണ്, മനുഷ്യർ നന്നായാൽ മതി ശരിയാവുന്നത്. അപ്പൊ ആരാണ് നന്നാവേണ്ടത്? യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഓരോരുത്തരും സ്വയം നന്നാവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം നന്നാവും. മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് സമയം കളഞ്ഞു, മറ്റുള്ളവരിൽ കുറ്റം പറഞ്ഞു, ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യരുടെ കുഴപ്പം കൊണ്ടാണ്, മനുഷ്യർ ഇങ്ങനെ ആയതുകൊണ്ടാണ്, അങ്ങനെ ആയതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ ഒരിക്കൽ പോലും നമ്മൾ നമ്മിലേക്ക് നോക്കുന്നില്ല, ഞാൻ നന്നാവാനുണ്ടോ എന്നുള്ളത്. ആദ്യം ഞാൻ നന്നായി കഴിഞ്ഞാൽ പിന്നെ മറ്റാരെയും നന്നാക്കേണ്ടതായിട്ടില്ല എന്നുള്ളതും നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള മഹാത്മാക്കളൊക്കെയും പറഞ്ഞു, ഏത് മതത്തിൽപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല, നന്നാവേണ്ടത് ആരാണ്? മനുഷ്യരാണ് നന്നാവേണ്ടത് എന്ന് പറഞ്ഞു. പ്രത്യേകമായിരിക്കുന്ന ജാതിയോ മതമോ വ്യവസ്ഥിതികളോ ഒന്നും കൊണ്ട് കാര്യമൊന്നുമില്ല. അതിനെ അനുവർത്തിച്ചു പോരുന്നതായിരിക്കുന്ന മനുഷ്യർ അതിനെ ഉൾക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഏത് ജാതിയാണ്, ഏത് മതമാണ് എന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ മനുഷ്യരാണ് നന്നാവേണ്ടത്, മറ്റൊന്നും തന്നെയല്ല നന്നാവേണ്ടതെന്ന് അങ്ങനെ പറഞ്ഞു വെച്ചു. പക്ഷെ ഇതൊക്കെ പറഞ്ഞെങ്കിലും എത്രയെത്ര മഹാത്മാക്കൾ വന്നു പോയപ്പോഴും ലോകത്തിന് ഒരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല. ഓരോ കാര്യങ്ങളും നമുക്കറിയുന്നതിന് വേണ്ടി നമ്മുടെ മഹാത്മാക്കളൊക്കെ പറഞ്ഞങ്ങനെ വെച്ചു. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവർ അവരുടെ സുഖത്തിനായി വരേണമെന്ന് പറഞ്ഞു ശ്രീനാരായണ. അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോഴും ഈ അവനവന്റെ സുഖത്തിന് വേണ്ടി ആചരിക്കുന്നത് എപ്പോഴും അവനവന്റെ സുഖത്തിന് മാത്രമായിട്ട് വന്നു, അവരുടെ സുഖത്തിനായിക്കൊണ്ട് വന്നിട്ടില്ല. ഓരോന്നും ഇതുപോലെ ഓരോ മൃഗങ്ങളും തന്റെ ജീവനെ അറിഞ്ഞുകൊണ്ട് ഇല്ലാതാക്കി കളയുന്നത് പോലെ പൂർവജന്മാർജിതമായിരിക്കുന്ന കർമ്മങ്ങളെ അനുസൃതമാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും കർമ്മബന്ധങ്ങളെ പെട്ടുപോകാതെ ഉപകർണൻ തന്റെ ജ്യേഷ്ഠനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. രാമൻ പരബ്രഹ്മമായ സനാതനൻ, കോമളനെന്നീ വരദള ശ്യാമളൻ, മായ മനുഷ്യവേഷം പൂർണ്ണരാമനെ കായേന വാചാ മനസാ ഭജിക്കനീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘോത്തമൻ, ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവളോ, ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി, ഭക്തി നന്മാർക്കു കർമ്മവും നിഷ്ഫലം. നിന്റെ എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനോടുള്ള ഭക്തിയോടുകൂടി ചെയ്ത കർമ്മങ്ങളൊക്കെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചാല് ഭഗവാൻ നിനക്ക് എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന മുക്തിയെയും പ്രദാനം ചെയ്യും. രാമാവതാര സമമല്ലതൊന്നുമേ, നാമജപത്തിനാലേ വരും മോക്ഷവും, ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ വരൻ, മാനുഷാകാരനാം രാമനാകുന്നതും. സാക്ഷാൽ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന കൈലാസനാഥനായിരിക്കുന്ന മഹാദേവൻ തന്നെയാണ് ശ്രീരാമചന്ദ്രനായി അവതാരമെടുത്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഭഗവാന്റെ ആ നാമാക്ഷരദ്വയത്താൽ സാധിക്കാത്തതായിട്ടുള്ളതൊന്നുമില്ല. ജ്ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല, ഞാൻ ഇന്നുണർത്തി വരുത്തി യഥാസുഖം നിദ്രയെ സേവിച്ചുകൊള്ളുക, നീ എത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനകം. ഇവിടെ നിർത്തിക്കൊണ്ടത് കളഞ്ഞിട്ട് കാര്യമില്ല. ശ്രീരാമചന്ദ്രന്റെ വാളുകൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ അത് തന്നെയാണ് ഭാഗ്യം എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഉപകരണം അവിടെ നിന്ന് യാത്രയെ തെറ്റായാലും ശരിയായാലും ജ്യേഷ്ഠന്റെ ഒപ്പം നിന്നും ഉപകരണം. വിഭീഷണനാണെങ്കിലോ ജ്യേഷ്ഠൻ ചെയ്ത തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ട് നന്നാവാൻ പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ സ്വയം ആ ഭഗവാനിലേക്ക് നിന്ന് അഭയം പ്രാപിക്കുകയും ചെയ്തു. രാമചന്ദ്രനുമായി നടന്ന യുദ്ധത്തിലെ ഉപകരണം അവസാനം ആ ഭഗവാന്റെ
ശരമേറ്റിട്ട് കുംഭകർണൻ ഈ ലോകത്തു നിന്ന് അങ്ങനെ യാത്രയാവുകയും ചെയ്തു. ശ്യാമളം കോമളം ബാണധനുദ്ധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യപീയൂഷപൂർണ്ണസമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമമാത്മാരാമം ആമോദമാത്മകൾ തുടങ്ങിനാൻ. ചക്ഷുരന്മീലനകാലത്ത് സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ട് സംഹാരം രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു. നിത്യം പുരുഷ പ്രകൃതികാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമഃ. ഏതൊരാത്മാവാണോ ഈ കാണുന്നതിൽ എല്ലാത്തിലും പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളിലും എല്ലാത്തിലും കുടികൊള്ളുന്നതായിരിക്കുന്ന ഏതൊരാത്മാവാണോ ഉള്ളത്, ഈ താപസേന്ദ്രന്മാരൊക്കെ മുനികളൊക്കെ മഹർഷിമാരൊക്കെ തപസ് ചെയ്തുകൊണ്ട് ഏതൊരു ആത്മാവിനെയാണോ ദർശിക്കുന്നത് അങ്ങനെയുള്ളതായിരിക്കുന്ന അങ്ങേക്കായി കൊണ്ട് നമസ്കാരം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നാരദൻ പറയുന്നു, പ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിന് തോൽബോധമുണ്ടായി വരികയുമില്ലല്ലോ. പ്രഭാതപത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും. അങ്ങയുടെ കാരുണ്യമില്ലാതെ ഒരാൾക്കും അങ്ങയിലുള്ളതായിരിക്കുന്ന ഭക്തി ഉണ്ടാവുകയില്ല. നിങ്ങളെത്ര ആഗ്രഹിച്ചെന്ന് പറഞ്ഞാലും ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സടുക്കണമെന്നുണ്ടെങ്കിൽ, ചെന്ന് ചേരണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ നിശ്ചയിക്കണം. ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വരൂ, ആ കഥകൾ കേൾക്കാൻ തോന്നുകയുള്ളൂ, ഭഗവാനുമായിട്ട് സമയം ചെലവഴിക്കാൻ കഴിയും. ഇപ്പൊക്കെയും ഭഗവാനോടുള്ള ഇഷ്ടം നമ്മുടെ ഓരോരോ കാര്യസാധ്യത്തിനു വേണ്ടിയാവുമ്പോൾ നിരുപാധികമായിട്ട് യാതൊരു ആഗ്രഹവും മനസ്സിൽ വയ്ക്കാതെ ഭഗവാനെ പ്രേമിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായിരിക്കുന്ന ഭക്തി, പ്രേമഭക്തി. ആ ഒരു ഭക്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ആ ഒരു കാരുണ്യം തന്നെ ഉണ്ടാവണം, അല്ലാതെ സാധിക്കുകയില്ല. അങ്ങനെ ഒരു കാര്യം എനിക്കുണ്ടാവാൻ ഭഗവാനെ ത്വർക്കഥാപേയൂഷവാനം ചെയ്തു കൊണ്ടുൾക്കാം നിർണയം ധ്യാനിച്ചനാരതും പൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിഞ്ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. ഈ ഒരു വരം മാത്രമേ ഭഗവാനെ എനിക്ക് ആവശ്യമുള്ളൂ, മറ്റൊന്നും തന്നെ വേണ്ട. പ്രപഞ്ചത്തിലുള്ളതായിരിക്കുന്ന ഒന്നും, ഒരു വിഷയങ്ങളും ഒന്നും തന്നെയും എന്റെ ആത്മാവിനെ ഉയർത്തുന്നതിനായിട്ടുള്ളതല്ല. പ്രാപഞ്ചികമായിരിക്കുന്ന വിഷയങ്ങളും സുഖങ്ങളും അതിലുള്ളതായിരിക്കുന്ന ആഗ്രഹങ്ങളും ഒക്കെ കേവലം അനേകമായതുകൊണ്ട് ഭഗവാനെ എനിക്ക് അവിടത്തോട് പ്രാർത്ഥിക്കാൻ ഒന്നു മാത്രമേ ഉള്ളൂ. അവിടുത്തെ കഥകൾ നിരന്തരമായിട്ട് അങ്ങനെ എനിക്ക് പറയാൻ, കേൾക്കാൻ സാധിക്കണം. ആ കഥകളെ പറഞ്ഞുകൊണ്ട് നിന്റെ മനസ്സിലെങ്ങനെ ധ്യാനിച്ച് നിരന്തരമായിട്ട് നിന്റെ പൂജകളൊക്കെയും ചെയ്ത് ആ നാമങ്ങളൊക്കെ അങ്ങനെ ഉച്ചരിച്ച് ഭഗവാനെ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ശാന്തരങ്ങളിലൊക്കെയും അങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നതിന് വേണ്ടി നിന്നെ വിഗ്രഹിക്കണം. മറ്റൊന്നും തന്നെ എനിക്ക് ആവശ്യമില്ല, മറ്റൊന്നും തന്നെ കിട്ടിയിട്ട് കാര്യമില്ല എന്ന് നാരദൻ ഭഗവാനോട് ആവശ്യപ്പെടുക. മറ്റൊന്നും തന്നെയും വേണ്ട, എന്ത് തന്നെ തരാമെന്ന് പറഞ്ഞാലും ഭഗവാനിലുള്ള ഭക്തിക്ക് അപ്പുറമായിട്ട് മറ്റൊന്നും തന്നെയും ലഭിക്കാനില്ല. മറ്റു കിട്ടുന്നതൊന്നും അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ലാതെ വരുന്നു. അതുകൊണ്ട് എന്ത് വേണം? അവിടത്തോടുള്ള നിരന്തരമായിരിക്കുന്ന ആ ഒരു ഭക്തി എനിക്ക് തന്നെ അനുഗ്രഹിക്കണമെന്ന് നാരദൻ പറഞ്ഞ് സ്തുതിക്കുന്നു. ആ സ്തുതിയൊക്കെ കേട്ട് പിന്നീട് എന്ന ലോകത്തേക്ക് നാരദനൊക്കെ പോയി. അതിനുശേഷം പിന്നീടുള്ള യുദ്ധത്തില് വരുന്നത് രാമനുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അധികായനാണ് എത്തുന്നത്. അധികായനുമായിട്ടുള്ള യുദ്ധമൊക്കെ നമുക്ക് നാളെയാണ് ആ ഒരു ഭാഗങ്ങളിലേക്കൊക്കെയും കടക്കുക. യുദ്ധം ഇങ്ങനെ ഓരോരുത്തരുമായിട്ട് യുദ്ധം ചെയ്ത് ഓരോരുത്തരെയും നിഗ്രഹിക്കുമ്പോൾ മനസ്സുകൊണ്ട് നമ്മളും തമ്മിലുള്ളതായിരിക്കുന്ന ഓരോരോ ശത്രുക്കളെ നിഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം. കാമക്രോധാദികളും ലോഭമോഹങ്ങളും അഹം മമ ഇവരൊക്കെ അദ്ദേഹം ചോദിച്ചപ്പോ കാശിക്ക് പോയാൽ ഉപേക്ഷിക്കേണ്ടത് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങളാണ്. അത് കാര്യം ഇന്നലെ പറഞ്ഞത്. നമുക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങൾ, ഒരുപാട് ഇഷ്ടപ്പെടും, നമുക്ക് ഒരിക്കലും വേണ്ടെന്ന് വെക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ പോയി കളഞ്ഞിട്ട് വേണം വരാൻ.
ഏതായിരിക്കും ആ രണ്ട് കാര്യം എന്ന് പറയണേ? അഹം മമ. ഇതാണ് ഉപേക്ഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ട്. വേറെ ഒന്നും ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല. ഈ രണ്ടെണ്ണം നമ്മുടെ ജീവനെ പോലെ നമ്മുടെ ശരീരത്തെക്കാൾ അധികമായിട്ട് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും കൂടെ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന രണ്ടെണ്ണം. ഈ രണ്ടെണ്ണം അവിടെ ഉപേക്ഷിക്കാൻ പറ്റിയ എല്ലാം പിന്നെ ശരിയായി. രാവണനെ ഉപേക്ഷിച്ചു, കുംഭകർണനെ ഉപേക്ഷിച്ചു. പിന്നെ നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ടൊന്നുമില്ല. ബാക്കിയുള്ളതൊക്കെ സ്വയം നശിച്ചു. പിന്നെ ഇപ്പൊ കുംഭകർണനെ ഇന്നിപ്പോ നമ്മൾ യുദ്ധം ചെയ്ത് വധിച്ചു. ഇനി അങ്ങോട്ട് ഓരോന്നോരോന്ന് ഇതുപോലെ വിഷയങ്ങൾ ഓരോന്ന് വരുമ്പോ എല്ലാത്തിനെയും അങ്ങനെ നിഗ്രഹിച്ച് നമുക്ക് രാമനായിട്ട് രാവണ സംസ്കാരത്തിൽ നിന്ന് രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്ക് ഭഗവാനിലേക്ക് ചേരാൻ നയിക്കാൻ ആ പാദങ്ങൾ നിരന്തരം, നാമങ്ങൾ നിരന്തരം, ആ രൂപം നിരന്തരം നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ തെളിഞ്ഞ് നാവിന്മേലങ്ങനെ ഭഗവാന്റെ നാമം മാത്രം എപ്പോഴും ഉണ്ടായി നാരദൻ ചോദിച്ചതുപോലെ ഭക്തിയോടുകൂടി നിരന്തരമായിട്ട് അതിനെ ജീവിക്കുക. സ്വസ്ഥത, സമാധാനം, സന്തോഷം, ആദിവ്യാധികളില്ലാതെ, ഭയമില്ലാതെ, ഭഗവാന്റെ കാരുണ്യത്തിൽ ആ കൈകളിൽ മുറുകെ പിടിച്ച് യാത്രകൾ തുടരാൻ നമ്മുടെ ജീവിതത്തിൽ. അതിനായിക്കൊണ്ട് മഹാദേവനായിരിക്കുന്ന കൈലാസനാഥൻ മഹാദേവിയും എല്ലാവരെയും